നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണമാറ്റത്തിന് ശേഷം വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തിൻ്റെ ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ട ബി.ജെ.പിയുടെ കോർപ്പറേഷൻ കൗൺസിലർ മുൻ ഡി.ജി.പി കൂടിയായ ശ്രീലേഖ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്താമാധ്യമങ്ങളിൽ നിറയുകയാണ്. എന്താണ് ശ്രീലേഖയും വി.കെ. പ്രശാന്തും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം? ആ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ ചുവട് പിടിച്ച കോൺഗ്രസിൻ്റെ കോർപ്പറേഷൻ കൗൺസിലർ ശബരിനാഥനും മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ വട്ടിയൂർക്കാവ് എം.എൽ.എയുമായ കെ മുരളീധരൻ അടക്കമുള്ളവർ പ്രശാന്ത് ആ കെട്ടിടം ഒഴിയണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്താണ് പ്രശാന്തുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിഷയം? പ്രശാന്ത് അനധികൃതമായിട്ടാണോ ഈ കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഇപ്പോഴും തൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്? പ്രശാന്തിനോട് ബി.ജെ.പി രാഷ്ട്രീയ പകപോക്ക് നടത്തുകയാണോ? സമഗ്രമായി വിലയിരുത്താം. പി.എസ്. സൗവർണികയും നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് തിരുവനന്തപുരം നഗരസഭയിലെ കെട്ടിട ഒഴിയലുമായി ബന്ധപ്പെട്ട് വി.കെ. പ്രശാന്തും ശ്രീലേഖയും തമ്മിലുള്ള പ്രശ്നം? അതിൽ കോൺഗ്രസ് നടത്തുന്ന ഇടപെടൽ നമുക്ക് ഏത് രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും? വി.കെ. പ്രശാന്തും ശ്രീലേഖയും തമ്മിൽ അല്ലെങ്കിൽ ബി.ജെ.പിയും എൽ.ഡി.എഫും തമ്മിലുള്ള യുദ്ധം എന്ന് നമുക്കിതിനെ പറയാനാകില്ല. കാരണം ഇപ്പോൾ വി.കെ. പ്രശാന്ത് എം.എൽ.എ. ഇരിക്കുന്ന എം.എൽ.എ. ഓഫീസ് എന്ന് പറയുന്നത് ശാസ്തമംഗലം, മുൻപ് ശാസ്തമംഗലം കൗൺസിലർ ആയിരുന്നപ്പോൾ വി.കെ. പ്രശാന്ത് കൗൺസിലർ ആയിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഓഫീസാണ്. പിന്നീട് എം.എൽ.എ. ആയപ്പോൾ ഈ ഓഫീസ് തന്നെ അല്ലെങ്കിൽ ഈ കെട്ടിടം തൻ്റെ ഓഫീസാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ വന്നിരിക്കുന്നത് മുൻപ് എൽ.ഡി.എഫിൻ്റെ കൗൺസിലറായിരുന്നു, അതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് ബി.ജെ.പിയുടെ കൗൺസിലർ വരുമ്പോൾ സ്വാഭാവികമായി അവരത് പറയും. കാരണം നമുക്കറിയാം വി.കെ. പ്രശാന്ത് ശാസ്തമംഗലം കൗൺസിലർ ആയിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന കെട്ടിടമാണ്. പിന്നീട് എം.എൽ.എ. ആയപ്പോൾ ആ കെട്ടിടം എടുത്തതാണ് എം.എൽ.എ. ഓഫീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് മാറണം എന്ന് പറയുന്നതിനപ്പുറം രാഷ്ട്രീയ പകപോക്കലെന്നൊന്നും ഇതിനെ പറയാനാകില്ല. കാരണം ശ്രീലേഖ പറയുന്നത് ന്യായമായിട്ടുള്ള ആവശ്യമാണ്. അതാണോ ശബരിനാഥും മുരളീധരനൊക്കെ രാഷ്ട്രീയ പകപോക്കലല്ല, ന്യായമായ ആവശ്യമാണ് എന്നിവരെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്? അതുകൊണ്ടാണ് ഇപ്പോൾ വെറും രാഷ്ട്രീയ പകപോക്കലാണെങ്കിൽ ഒരിക്കലും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശബരിനാഥനോ മുരളീധരനോ ഒന്നും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം. ഇത് രാഷ്ട്രീയ പകപോക്കലല്ല, മറിച്ച് ന്യായമായിട്ടുള്ള കാര്യമാണ്. കാര്യം അതായത് മാസം 10,000 രൂപ വാടക വരുന്ന കെട്ടിടം മേയർ പ്രശാന്ത്, അതായത് മുൻ തിരുവനന്തപുരം മേയർ വട്ടിയൂർക്കാവ് എം.എൽ.എ. പ്രശാന്ത്, CPM-കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മേയർ ബ്രോ 847 രൂപയ്ക്കോ മറ്റോ ആണ് അവിടെ ഒരു മാസം വാടക കൊടുക്കുന്നത്. ഇത് അനീതിയാണെന്നാണോ പറഞ്ഞു വെക്കുന്നത്? അനീതിയാണ്. കാര്യം നമുക്കത് അംഗീകരിക്കാനാകില്ലല്ലോ. ഇത്രയും വലിയ തുക കൊടുക്കേണ്ടടുത്ത് എം.എൽ.എ. എന്ന ആനുകൂല്യം അല്ലെങ്കിൽ എം.എൽ.എ. എന്നോ കൗൺസിലർ എന്നോ ഇപ്പോൾ മേയർ ആയാൽ പോലും അങ്ങനെയുള്ള ആനുകൂല്യങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പദവികളുടെ പേരിൽ ഇത്തരം കെട്ടിടങ്ങളോ മറ്റോ തുച്ഛമായ വിലയ്ക്ക് അല്ലെങ്കിൽ തുച്ഛമായ വാടക കൊടുത്ത് ഓഫീസാണ് എടുക്കുന്നതിനോട് ഇപ്പോൾ ഏത് എം.എൽ.എ. എം.പി. ഓഫീസായാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശാസ്തമംഗലത്ത് മാത്രമല്ല, തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ CPM ഭരിച്ച പലയിടങ്ങളിലും ഇത്തരത്തിൽ അനധികൃതമായി പലരും കയ്യേറിയിട്ടുണ്ട്. അല്ലെങ്കിൽ തുച്ഛമായ വാടക നൽകി ഈ കെട്ടിടം അവരുടെ സ്വന്തം താല്പര്യപ്രകാരം വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ലേ? തീർച്ചയായും അതിന് വരും ദിവസങ്ങളിൽ പുറത്തുള്ള കാര്യം നമുക്കറിയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് എൽ.ഡി.എഫിൻ്റെ കുത്തകയായിരുന്നു. ഇപ്പോഴാണ് അത് ബി.ജെ.പി അധികാരം പിടിക്കുന്നത്. അപ്പോൾ അധികാരം പിടിച്ച് അല്ലെങ്കിൽ ബി.ജെ.പി അധികാരത്തിൽ വന്ന അടുത്ത ദിവസമാണ് ഈ ഒരു വാർത്ത വരുന്നത്. അല്ലെങ്കിൽ ശ്രീലേഖ ഈ ഒരു പ്രശാന്തിനെ പോയി കാണുന്നതും കെട്ടിടം ഒഴിയണമെന്ന് ആവശ്യപ്പെടുന്നതും. അപ്പോൾ അതുപോലെ തന്നെ ഇനി നിരവധി സ്ഥലത്തു നിന്ന് ഇതേ ആരോപണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായൊരു വാർത്ത, ഈ പ്രശാന്ത് വട്ടിയൂർക്കാവ് എം.എൽ.എക്കെതിരെ നിയമസഭാ സ്പീക്കർ എൻ ശംസീറിന് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ ഒരു വ്യക്തി. എന്താണ് ഈ പരാതിയുടെ വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുന്നത്? ഓഫീസിന് മാസവാടക 871 രൂപ. വി.കെ. പ്രശാന്തിൻ്റെ എം.എൽ.എ. ഓഫീസിന് കൊടുക്കുന്ന വാടക 871 രൂപ. എന്നാൽ കൈപ്പറ്റുന്നത് സ്വാഭാവികമായും എം.എൽ.എമാർക്ക് അവരുടെ വാടകയോ അതോടൊപ്പം അലവൻസുമായി കൈപ്പറ്റുന്ന 18,000 ആയിരിക്കും അല്ലേ? 18,000 രൂപയാണ് കൈപ്പറ്റുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിംഗ് ആണ് സ്പീക്കർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പറയുന്ന പോലെ 871 രൂപ വാടക കൊടുക്കുന്നു. അലവൻസ് ആയിട്ട് വാങ്ങുന്ന തുക എന്ന് പറയുന്നത് ഭീമമായ തുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു പരാതി നൽകിയ പശ്ചാത്തലത്തിൽ മേയർ ബ്രോ, അതായത് മുൻ മേയർ ബ്രോ കൂടിയായ ഈ വട്ടിയൂർക്കാവ് എം.എൽ.എ. പ്രശാന്ത് തീർത്തും പ്രതിസന്ധിയിലും പ്രതികൂലത്തിലുമായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഈ ശ്രീലേഖയും പ്രശാന്ത് തമ്മിലുള്ളൊരു പോര് ബി.ജെ.പി CPM പോരായിട്ടാണ് ആദ്യഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ കണ്ടത്. പക്ഷേ പിന്നീടാണ് ഇതിൻ്റെ ചരിത്ര വസ്തുതകളിലേക്ക് അല്ലെങ്കിൽ ഇത് ചൂഴ്ന്നെടുത്ത് പരിശോധിക്കാൻ മാധ്യമങ്ങളും മറ്റു പൊതുപ്രവർത്തകരും തയ്യാറായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിനാഥും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിൻ്റെ മുൻ എം.എൽ.എ. കെ മുരളീധരൻ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം, തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വളരെ കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, താനും വട്ടിയൂർക്കാവിൻ്റെ എം.എൽ.എ. ആയിരുന്നു,
അപ്പോൾ MLA ഹോസ്റ്റലിനകത്ത് തൻ്റെ ഓഫീസ് പ്രവർത്തിച്ചു. വട്ടിയൂർക്കാവിലെ മുഴുവൻ ആളുകൾക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അവരുടെ ആവശ്യങ്ങൾ പറയാൻ, തന്നെ കാണാൻ MLA ഹോസ്റ്റലിലേക്ക് വന്നാൽ മതിയായിരുന്നു എന്നാണ് കാര്യം. MLA ഹോസ്റ്റലും വട്ടിയൂർക്കാവും വലിയ ദൂരത്തിലല്ലല്ലോ എത്താൻ, വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണല്ലോ MLA ഹോസ്റ്റൽ. അത് വളരെ ദൂരത്തിൽ. വട്ടിയൂർക്കാവിലുള്ള എല്ലാവർക്കും ഏറ്റവും എത്താൻ എളുപ്പമുള്ള സ്ഥലം എന്ന് പറയുന്നത് MLA ഹോസ്റ്റലാണല്ലോ. അപ്പൊ അത് മതിയല്ലോ. ഇത്രയും ചെറിയ വാടക കൊടുത്ത് ഭീമമായ തുക അലവൻസായി വാങ്ങുന്നത് തന്നെ പൊതുജനങ്ങളുടെ സ്വാഭാവികമായി നികുതിപ്പണമാണല്ലോ. അപ്പം പൊതുജനങ്ങളെ പറ്റിക്കുന്ന രീതി കൂടിയല്ലേ അത്. തീർച്ചയായും എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കുന്ന MLA-മാരെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ ഒരു നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് നിർമ്മിച്ച ഒരു കെട്ടിടത്തിൽ തുച്ഛമായ വാടക കൊടുത്ത് അവിടെ ഇത്തരത്തിൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നാലും ആ രാഷ്ട്രീയ പാർട്ടിയോട് 100% ഐക്യപ്പെടുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് മാത്രമല്ല, വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് തിരുവനന്തപുരം സാക്ഷിയാകാൻ പോവുകയാണ്. അനന്തപത്മനാഭൻ്റെ മണ്ണിൽ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകൾ ഈ വിഷയത്തിൽ പ്രശാന്തിൻ്റെ ഓഫീസിലേക്ക് ഉൾപ്പെടെ മാർച്ച് അടക്കമുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച് മുൻ മേയർ കൂടിയായ പ്രശാന്ത് ഇത്തരത്തിൽ നടത്തിയ കെട്ടിടത്തിൽ അനധികൃതമായി തൻ്റെ ഓഫീസ് പ്രവർത്തിച്ചതിനെതിരാണ് ഇപ്പോൾ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ കൃത്യമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിപക്ഷത്താണ് അവർ കോർപ്പറേഷനിലുള്ളത്. ഇത് മാത്രമല്ല, കോർപ്പറേഷനകത്ത് നിരവധിയായ ആരോപണം, നേരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ ആയിരുന്നപ്പോൾ നിരവധിയായ ആരോപണം, അഴിമതി ആരോപണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ നടപടി സ്വീകരിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭരണസമിതിയുടെ നിലപാട് CPM-മായി ഏതെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റിനാണ് VV രാജേഷ് തയ്യാറാകുന്നെങ്കിൽ അതിശക്തമായ സമരത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകും. ഈ KS ശബരിനാഥൻ, അതായത് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന ശബരിനാഥൻ, അന്ന് മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് ഈ VV രാജേഷിനെ അഭിനന്ദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നഗരസഭയുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ താങ്കൾ ചുക്കാൻ പിടിച്ചാൽ ആ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ 100% പിന്തുണ. പക്ഷേ അതിൽ നിന്ന് വ്യതിചലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ തിരുത്താനുള്ള സംഘടിത ശക്തിയായി കോൺഗ്രസ് കോർപ്പറേഷനകത്തും പുറത്തുമുണ്ടാകുമെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ശബരിനാഥൻ പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ഏറ്റെടുക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. അനന്തപത്മനാഭൻ്റെ മണ്ണ് ഇതുവരെ കാണാത്ത സമരങ്ങൾക്ക് ചിലപ്പോൾ നേതൃത്വം നൽകേണ്ട സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന് എത്തിക്കുന്നത് ഈ പ്രശാന്ത് ഈ കെട്ടിടത്തിൽ നിന്ന് ഒഴിയുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ ഇത്തരത്തിൽ അനധികൃതമായി തൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് പറഞ്ഞത് ശ്രീലേഖയാണെങ്കിൽ പോലും അതൊരു നിലപാടാണ്, അത് ഒരു കാര്യപ്രസക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ MLA കൂടിയായ മുൻ മേയർ പ്രശാന്ത് തൻ്റെ നിലപാട് വ്യക്തമാക്കണം. നിലപാട് വ്യക്തമാക്കി അദ്ദേഹം അനധികൃതമായിട്ടാണ് അവിടെ തൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതെങ്കിൽ അദ്ദേഹം ഒരു നിമിഷം വൈകരുത് ഓഫീസ് അവിടെ നിന്ന് മാറ്റുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം.